സർ, പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിടുകയും അതുപോലെ തന്നെ അവിടുത്തെ കലാപങ്ങൾ രൂക്ഷമാവുകയും ചെയ്ത ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങളുണ്ടായ ഒരു സ്ഥലമാണ് ബംഗ്ലാദേശ്. അവിടുത്തെ ആഭ്യന്തര കലാപം രൂക്ഷമായതിന് പിന്നാലെയാണ് അവിടെ ഇങ്ങനെയൊക്കെ സംഭവവികാസങ്ങൾ ഉണ്ടായത്. അതിന് സമാനമായിട്ട് വീണ്ടും അവിടെ കലാപം ഉണ്ടാകാനൊരു സാധ്യത ഉണ്ടെന്നും അതുപോലെ തന്നെ അവിടുത്തെ യൂനസ് ഇപ്പോഴത്തെ നിയുക്ത ഔദ്യോഗിക പ്രധാനമന്ത്രി അല്ലെങ്കിൽ കൂടി അദ്ദേഹമാണ് അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ദേശീയ ഉപദേഷ്ടാവെന്ന നിലയിൽ നിൽക്കുന്നത്, പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം രാജ്യം വിടാൻ പോകുന്നു എന്നൊരു വാർത്തയൊക്കെ കണ്ടായിരുന്നു. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ? ബംഗ്ലാദേശിൽ ഒരു കലാപം ഉരുത്തിരിച്ചാണ് അവിടുത്തെ ഹസീനയെ പുറത്താക്കുന്നത്. ആ കലാപം ഒരുപക്ഷെ പല രാജ്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നാണ് വെളിയിൽ വരുന്ന, അല്ലെങ്കിൽ അനൗദ്യോഗികമായിട്ട് വിചാരിക്കുന്നത്. അതായത് അതിനകത്ത് പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അവരെ സഹായിക്കാൻ ചൈന ഉണ്ടായിരുന്നു, ഒരു പരിധിവരെ അമേരിക്കയുടെ താല്പര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെളിച്ചത്ത് വരുന്ന രീതിയിലേക്കായിരുന്നു അതിന് ശേഷം ഉണ്ടായ അവിടുത്തെ വിഷയങ്ങൾ. അതായത് ആ ഒരു കലാപത്തിന് ശേഷം പട്ടാള ഭരണം വരുമെന്ന് നമ്മൾ വിചാരിച്ചു. പട്ടാള ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് ഈ അവിടുത്തെ സൈനിക അല്ലെങ്കിൽ പട്ടാള മേധാവി പറഞ്ഞു. വക്കാർ ഉസ്മാൻ എന്നാണ് പറഞ്ഞു. പക്ഷേ നിമിഷ നേരം കൊണ്ട് താൽക്കാലികമായിട്ട് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. അത് യൂനസ്, അല്ലെങ്കിൽ മുഹമ്മദ് യൂനസ്. ഈ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ആളിനെ ആ രാജ്യത്ത് കയറാൻ പറ്റാതെ, അല്ലെങ്കിൽ ആ രാജ്യത്ത് കയറിയാൽ അറസ്റ്റ് ചെയ്യാൻ രീതിയിലുള്ള വളരെ കൂടുതൽ ക്രിമിനൽ കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരുള്ള ആ ആളിനെ അമേരിക്കയിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലും അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിട്ട് വളരെ ദീർഘകാലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയും അദ്ദേഹത്തിന് ഈ പറയുന്ന ഈ ഏതൊക്കെ അവാർഡുകളും ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനമൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ അദ്ദേഹത്തെ ഒരു വലിയ ആളായിട്ട് ഉയർത്തി കാട്ടി, അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് വിദേശത്തെ യൂറോപ്യൻ രാജ്യങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ ദീർഘകാലമായിട്ട് കാണുവാൻ സാധിക്കും. ഇദ്ദേഹം പെട്ടെന്ന് വന്ന് അവിടുത്തെ ഈ ഭരണം ഏറ്റെടുക്കുന്നത് താൽക്കാലിക പ്രധാനമന്ത്രി, അതായത് അനൗദ്യോഗികമായിട്ട് ഈ പറഞ്ഞതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെ സ്ഥാനഭ്രഷ്ടയാക്കി നാട് കടത്തുന്ന അവസ്ഥയിൽ അതുപോലെ ഒരു കമ്മിറ്റി ഉണ്ടാകുന്നു. അതിൻ്റെ ഭരണം നടന്നുകൊണ്ട് പോകുമ്പോഴാണ് ഈ രാജ്യത്തുടനീളമുള്ള എല്ലാ രാജ്യങ്ങളും പഴിക്കുന്ന രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ടയും, അല്ലെങ്കിൽ തീവ്ര ഗ്രൂപ്പുകൾക്ക് അവിടെ അഴിഞ്ഞാടുന്ന ഒരവസ്ഥ, അൽഖ്വയ്ദ ഭരണം നിയന്ത്രിക്കുന്ന ഒരവസ്ഥ. ഈ അൽഖ്വയ്ദയുടെ കെയർ ഓഫിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അൽഖ്വയ്ദ അവിടെ നിന്നിട്ട് നമ്മളോട്, അല്ലെങ്കിൽ നമ്മൾക്കെതിരെ പറയുകയും നമ്മൾക്കെതിരെ ആക്രോശിക്കുകയും നമ്മൾക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് പറയുകയും, അല്ല നിരന്തരം നമ്മളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ളൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പം അതിനുശേഷം എന്നും ആഭ്യന്തര പ്രശ്നമാണ്. ഇപ്പം ഏറ്റവും അവസാനത്തെ ആഭ്യന്തര പ്രശ്നത്തിന് മുമ്പ് നേരത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായി. അന്ന് ഈ പറഞ്ഞ പ്രസിഡന്റിന്റെ കൊട്ടാരം വളഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ പ്രസിഡന്റ് കൊട്ടാരം പറഞ്ഞ് വിദ്യാർത്ഥികൾ തിരിച്ചു പോകുന്ന ഒരവസ്ഥ. അതായത് അവിടുത്തെ സംവിധാനങ്ങൾ ഈ വിദ്യാർത്ഥികൾക്കെതിരെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ പോലീസും പട്ടാളം പ്രവർത്തിക്കുന്നു. അതായത് സമരം വിജയിക്കുന്നില്ല, അല്ലെങ്കിൽ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഈ പട്ടാളവും അതിൻ്റെ സംവിധാനവും നിൽക്കുന്നില്ല. നേരത്തെ അപ്പം സമരം വിജയിച്ചതിൻ്റെ കാര്യം ഹസീനയെ ഇറക്കുന്നതിന് വേണ്ടി അവിടെ ആഭ്യന്തര കലഹം ഉണ്ടാക്കുന്നതിനകത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥയും അല്ലെങ്കിൽ ഈ പട്ടാളത്തെയും ഉൾപ്പെടെ ഉള്ളവരെ ഈ പറയുന്ന അമേരിക്കയോ ചൈനയോ പാകിസ്ഥാനോ ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് തെളിവാണ്. അതിനുശേഷം സമരങ്ങൾ വിദ്യാർത്ഥി പ്രക്ഷോഭം വിജയിക്കുക വരുന്നു. ഇപ്പം വീണ്ടും വിദ്യാർത്ഥി പ്രക്ഷോഭം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ BNP എന്ന് പറയുന്ന പാർട്ടി, അതായത് അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിരുന്നിട്ടുള്ള പാർട്ടി, അവർ ഭരണത്തിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ പറഞ്ഞ അട്ടിമറിയെല്ലാം നടന്നിട്ടുള്ളത്. പണ്ടും പട്ടാള അട്ടിമറി ഉൾപ്പെടെ ഉള്ളത് നടന്നിട്ടുള്ളത് ഇവരുടെ നേതൃത്വത്തിലാണ്. ഇപ്പം അതെ ഖാലിദ് അവരുടെ പ്രധാനമന്ത്രിക്കായിട്ടുണ്ട്. അപ്പം ഇവർക്ക് ഇപ്പം അവരുടെ നേതൃത്വത്തിൽ, അവരുടെ പാർട്ടി നേതൃത്വത്തിൽ അവരൊരു പക്ഷേ ഇവരെ അട്ടിമറിച്ചതിന് ശേഷം അവർക്ക് അവിടെ അധികാരത്തിൽ വരാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം കാണും. അല്ലെങ്കിൽ അവർക്ക് ഈ ഹസീന എന്ന് പറയുന്നത് ജനസമ്മതിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരാൻ പറ്റാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ഇലക്ഷന് പോലും അവർ അവിടെ മത്സരിച്ചിട്ടില്ല ഈ പാർട്ടി. അപ്പം അതിനുശേഷം ഇവർക്ക് അധികാരത്തിൽ വരാൻ സാഹചര്യം ഉണ്ടാവുമെന്നും, അല്ലെങ്കിൽ 3 മാസത്തിനും ഇലക്ഷൻ ഉണ്ടാവുമെന്നും ഒക്കെ വിചാരിച്ചപ്പോൾ ഇപ്പം യൂനസ് ഈ ഇലക്ഷൻ ഒന്നും നടത്താതെ ഒരു 2026 വരെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കുകയും, അപ്പം അവിടെ ഈ പറയുന്ന BNP എന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു കലാപം. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ന് അവിടെ പട്ടാള അട്ടിമറി നടന്നോ അതിനുശേഷം വളരെ കൃത്യമായിട്ട് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം, നമ്മുടെ
ഈ പറയുന്ന റോയും ഒക്കെ അവിടെ ഇടപെടുകയും അതിനകത്ത് ഉരുത്തിരിയുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നമുക്ക് തോന്നുന്ന വിഷയങ്ങളായാലും കൊള്ളാം, ആഭ്യന്തര വിഷയങ്ങളായാലും കൊള്ളാം, ഈ വിഷയങ്ങളെല്ലാം ഉരുത്തിരിക്കുന്ന ഒരുപക്ഷെ നമ്മളായി ആയിക്കൂടായികയില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം പട്ടാള മേധാവി ഈ പറയുന്ന വക്കാർ ഉസ്മാൻ പറഞ്ഞില്ല, പട്ടാളം സജ്ജമാവാൻ. അതായത് ഈ കലാപം അവിടെ വളരെ പൊട്ടിപ്പുറപ്പെടുന്നു. പട്ടാളം സജ്ജമാവാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപക്ഷെ വിചാരിച്ചാണ് അരക്കൻ ആർമിയെ നേരിടുന്നതിന് വേണ്ടിയോ ഇന്ത്യയെ നേരിടുന്നതിന് വേണ്ടി പട്ടാളം സജ്ജമായാൽ 1 മണിക്കൂർ പോലും ഇന്ത്യക്ക് വേണ്ട ആ പട്ടാളത്തെ കീഴ്പ്പെടുത്താൻ. അപ്പോൾ എന്തിനാണെന്ന് മനസ്സിലായില്ല. ഒരു പക്ഷേ പട്ടാളം സജ്ജമാകാൻ പറയുന്നത് അവിടുത്തെ ഇനി ഉരുത്തിരിയുന്ന കലാപം അടിച്ചമർത്തിക്കൊണ്ട് നിലവിലുള്ള സംവിധാനം, അതായത് ഇപ്പോൾ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഒരട്ടിമറിക്ക് ശേഷം ഒരു ഗവൺമെൻറ് അവിടെ ഉണ്ടല്ലോ, ആ ഗവൺമെൻറ്റിനെ മാറ്റി ഒരു പട്ടാള ഭരണത്തിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണോ? അത്തരത്തിലൊരു ശ്രമമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇടപെടൽ അതിനകത്ത് വളരെ കൃത്യമായിട്ടുണ്ടാകും. കാരണം ഈ BNP എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടി അവിടെ ഉരുത്തിരിച്ചിരിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ കൂടി വീണ്ടും ഗവൺമെൻറ് വരണമെന്ന് പറയുമ്പോൾ അതിനകത്ത് ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ജനാധിപത്യ സംവിധാനത്തിൽ ഗവൺമെൻറ് വന്നാൽ ആ ഗവൺമെൻറ്റിനകത്ത് BSPക്ക് മത്സരിക്കാൻ പറ്റുന്നതുപോലെ തന്നെ ഈ പറയുന്ന ഹസീനയുടെ പാർട്ടിക്ക് മത്സരിക്കാൻ പറ്റും. ഹസീനയുടെ പാർട്ടിക്ക് മത്സരിക്കാൻ പറ്റുമ്പോൾ ഈ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി അനുസരിച്ച് ഹസീനയുടെ പാർട്ടി എവിടെ മത്സരിച്ചാൽ ഈസിയായിട്ട് ജയിക്കുക. സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ താല്പര്യം ഇപ്പോഴും ഉള്ള ആൾ ഹസീന തന്നെയാണ്. കാരണം സാധാരണക്കാരന് വളരെ പ്രാപ്തമായിട്ട് ജീവിക്കാൻ കഴിയുന്ന രീതിയിലും ആ രാജ്യത്തെ വളരെ ഉയരത്തിൽ എത്തിക്കാൻ കഴിയുന്ന രീതിയിലുമൊക്കെ ഭരണം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളാണല്ലോ ഹസീന. അതിപ്പോൾ ഈ അട്ടിമറി വന്നതിന് ശേഷം ഇവിടെ ന്യൂനപക്ഷ വേട്ട, സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, അൽഖയ്ദയുടെ നേതൃത്വത്തിൽ ഒരു മതരാഷ്ട്രത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ, ഇതിനെല്ലാം കൂട്ടുനിന്നാണ് പ്രതിപക്ഷ പാർട്ടി. ഈ കലാപത്തിനെല്ലാം കൂട്ടുനിന്നാണ് പ്രതിപക്ഷ പാർട്ടി. ഇപ്പം അവരുടെ കയ്യിൽ നിന്നും പോകുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് അവർ സമരത്തിലേക്ക് പോകുന്നത്. ആ സമരം ഒരുപക്ഷെ ഈ പറയുന്ന നമ്മളുടെ ഇടപെടലുകൊണ്ട് ഉരുത്തിരിഞ്ഞത്. ഈ സമരം ഉരുത്തിരിഞ്ഞ് ലോകരാജ്യങ്ങൾ ഇടപെട്ട് അവിടെ ജനാധിപത്യ രീതിയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഹസീനയ്ക്ക് മത്സരിക്കാൻ സാധിക്കും. പണ്ട് നമ്മൾ ഹസീനയെ ഇന്ത്യയിൽ നിർത്തി പ്രധാനമന്ത്രിയാക്കിയതുപോലെ വീണ്ടും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ആക്കുന്നതിന് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഹസീനയുടെ പാർട്ടി മത്സരിച്ച് ഹസീനയെ തെരഞ്ഞെടുപ്പിലൂടെ പ്രധാനമന്ത്രിയാക്കി അവരോധിക്കാനുള്ള ഒരു കളിയാണോ നമുക്ക് സംശയമുണ്ട്. ഏതായാലും ഇപ്പം ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തിട്ടുണ്ട്, ഷെയ്ഖ് ഹസീനയ്ക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഖാലിദ സിയയ്ക്കും ഇന്ത്യ ഇപ്പം ചികിത്സ സഹായം അനുവദിക്കുന്നുണ്ട്. അല്ല, ഖാലിദ സിയ ഇവിടോട്ടല്ല പോയത്. അവർ പോയതെന്ന് പറഞ്ഞാൽ അവർ ഖത്തറിന്റെ സഹായത്തോടു കൂടി ലണ്ടനിൽ പോയേക്കുന്നതിന്റെ കാരണം പറയുന്നത് ചികിത്സക്കായിട്ട് പോയേക്കുവാണെന്നാണ്. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് അവിടെ സുരക്ഷിതമല്ല. അല്ല, ഇന്ത്യ സഹായിക്കുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. അല്ല, ഇന്ത്യ സഹായിക്കുമോ എന്ന് അറിയിച്ചിട്ടില്ല. പക്ഷെ അവർ ഇന്ത്യയിലേക്കല്ല വന്നിട്ടുള്ളത്. ഞാനീ പറഞ്ഞത് അവിടെ ഈ നേതാക്കന്മാർക്കൊന്നും സുരക്ഷിതമല്ല കാര്യങ്ങൾ. ഒരുപക്ഷെ ഈ BNP നേതാവ് ഖാലിദ പോയതും അവരുടെ ജീവന് ഭീഷണി ഉണ്ടോയെന്ന് പറയാൻ പറ്റത്തില്ല. ഈ കലാപം അവിടെ ഉണ്ടാവുന്നത്, കലാപം നിയന്ത്രണത്തിനപ്പുറം പോയി കഴിഞ്ഞാൽ ഇവർ ആരെയൊക്കെ ഉന്നം വെച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ലല്ലോ. ഒരുപക്ഷെ അവർ ഉന്നം വെച്ചിട്ടില്ലെങ്കിൽ പോലും ഇതിനകത്ത് ഈ കലാപം ഉരുത്തിരിക്കുന്ന ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഇപ്പം ഇന്ത്യയുടെ താല്പര്യം കാണും. ആ ഉരുത്തിരിക്കുന്നവർക്ക് അവർ ലക്ഷ്യം വയ്ക്കുന്ന ആൾക്കാരെ ഈ കലാപത്തിന്റെ മറവിൽ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ യൂനസ് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ, ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷം ആക്രമിക്കപ്പെട്ടു എന്നും അത് അവരുടെ ഭരണത്തിനുണ്ടായ വീഴ്ചയെന്നോ എന്നൊക്കെ പറഞ്ഞു. അതൊരു പക്ഷേ ഇയാളുടെ ഭരണത്തിനകത്ത് വീഴ്ചയുണ്ടെന്ന് ലോകം മൊത്തം പറയുമ്പോഴും ഇന്ത്യ പരാതി കൊടുക്കുമ്പോഴും ഇപ്പം ഈ പറയുന്ന ന്യൂനപക്ഷ വേട്ട ഏറ്റവും കൂടുതൽ നടത്തുന്നതിന് സഹായമാകുന്ന ഒരു ഗവൺമെന്റിനെയാണ് ഇദ്ദേഹം കൊണ്ടുപോകുന്നതൊക്കെ പറയുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പം ഇരിക്കുന്ന പോലീസ് സംവിധാനവും പട്ടാള സംവിധാനവും ഒക്കെ അയാൾ പറയുന്ന റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പം അതിന് കഴിയും. നമ്മളൊരു ഭരണാധികാരിയാണെങ്കിൽ നമ്മൾക്ക് അനുകൂലമായിട്ടൊരു റിപ്പോർട്ട് നമ്മുടെ സംവിധാനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടുത്തെ റോഡ് അപകടങ്ങൾ ഇത്രത്തോളം പേര് മരിച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ റോഡ് അതോറിറ്റിയുടെ വീഴ്ചയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റസമ്മതം. ചെറിയ കാര്യങ്ങളിൽ സ്വന്തം കുറ്റം ഏറ്റെടുക്കുകയും മറ്റു വലിയ കാര്യങ്ങളിൽ സ്വന്തം കുറ്റം മറച്ചു വെച്ച് മറ്റുള്ളവരുടെ തലയിലേക്ക് ചാർത്ത് കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ദുരുദ്ദേശം മിക്കവാറും അത് തന്നെ ആയിരിക്കാം അല്ലേ? പിന്നെ അയാൾ അവിടെ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ പറയുന്ന കാര്യങ്ങളാവും. അയാളുടെ ഭരണകാലത്ത് ഈ വന്ന ആരോപണങ്ങളൊന്നും ശരിയല്ല. അതിനു മുമ്പ് ഹസീന എന്ന് പറയുന്നവരുടെ കാലത്താണ് ഈ ആരോപണങ്ങളെല്ലാം അല്ലെങ്കിൽ ന്യൂനപക്ഷ വേട്ട വളരെ കൂടുതലായിട്ട് നടന്നിട്ടുള്ളത്. അതൊരു പക്ഷേ അവിടെ ഇപ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പോലീസും ഈ പറയുന്ന അൽഖയ്ദയൊക്കെ അവർക്ക് വിചാരിച്ച റിപ്പോർട്ട് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. ഏതായാലും ഈ പറയുന്ന കലാപം ഉരുത്തിരിക്കുകയും പട്ടാളം തയ്യാറാവുകയൊക്കെ ചെയ്താൽ
അദ്ദേഹം അവിടുന്ന് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിക്കോ എന്ന് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തതായിട്ടൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ സഹായിച്ചത്, അദ്ദേഹത്തെ അവരോധിച്ചതിനും ബൈഡൻ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനം, ഒബാമ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനം അവരുടെ താല്പര്യക്കാരനായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതിന് ശേഷവും അമേരിക്കയിൽ പോയിട്ട് ഇപ്പോഴത്തെ ട്രംപ് അല്ല, ഈ ബൈഡൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും അല്ലെങ്കിൽ ഒബാമയുടെയും ഒക്കെ ഒരു ടീമിൻ്റെ കൂടെ നിന്ന് വളരെ ഫോട്ടോ എടുക്കുന്നതിനും അല്ലെങ്കിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും കെട്ടിപ്പിടിക്കുന്നതിനും ഒക്കെ തയ്യാറായിട്ടുണ്ട്. അതായത് അവരുടെ ഭാഗമാണ്, അതായത് അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഡീപ് സ്റ്റേറ്റ്. ആ ഡീപ് സ്റ്റേറ്റ് ആണ് ഇതെല്ലാം ഇറക്കിയത്. ഇപ്പം ആ ഡീപ് സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിൽ പോലും അല്ലാതെ അവിടെ കലാപം ഉരുത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ കലാപത്തിന് ഉത്തരവാദി ഒരു ഇന്ത്യ തന്നെ ആയിരിക്കും, ഇതിന് സംശയമൊന്നുമില്ല. അപ്പോൾ ആ കലാപത്തിൻ്റെ ഭാഗമായിട്ട് യൂനസ് അവിടെ നിന്നാൽ യൂനസിൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്നുള്ള രീതിയിലേക്കുള്ള അറിയിപ്പ് ഒരുപക്ഷെ സിഐക്കും അമേരിക്കൻ രഹസ്യാന്വേഷണ വകുപ്പിനും കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞിട്ടുള്ളതാവും. ഫ്രാൻസിലേക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വാർത്ത വരുന്നുണ്ട്. ഏതായാലും അവിടെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ ഉരുത്തിരിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഒരു ബംഗ്ലാദേശ് വരുന്നിടം വരെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.